മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാള നടനാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ തമിഴ് സിനിമയിലാണെങ്കിൽ രജനീകാന്തിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ശിവാജി ഗണേശനും കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹിന്ദി സിനിമയിലെ അമിതാഭ് ബച്ചൻ എന്നിവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ ലാലേട്ടനാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ലാലേട്ടന് ഈ ഒരു അവാർഡ് കിട്ടിയതിൽ. പിന്നെ നമ്മുടെ മലയാള സിനിമയിലാണെങ്കിൽ ഇനിയും ഈ ഒരു അവാർഡ് അർഹനായിട്ടുള്ള ആൾക്കാർ ഇനിയും വേറെ ഉണ്ടെങ്കിലും ലാലേട്ടന് കിട്ടിയതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കറക്റ്റ് ആൾക്കാരാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെ വലിയ സംഭാവനകളാണ്. ഇപ്പോഴത്തെ ആണെങ്കിലും പണ്ടത്തെ സിനിമകളാണെങ്കിലും എല്ലാം നമുക്ക് കലാപരമായിട്ടുള്ളതും ജസ്റ്റ് ഈ ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്തു പോകാതെ മറ്റ് സൂപ്പർ സ്റ്റാറുകളെ പോലെ വെറും ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്തു പോകാതെ കലാമൂല്യമുള്ള സിനിമകൾക്കും മുൻഗണന കൊടുത്ത് ചെയ്യുന്നൊരു നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ. അപ്പം അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഇതുപോലുള്ള ഒത്തിരി വലിയ വലിയ അവാർഡുകൾ അദ്ദേഹത്തിനെ തേടി ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്കിതിലും വലിയ അവാർഡും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ഇങ്ങനെ അവാർഡുകളൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു സംഭവമല്ല. കാരണം അയാൾ നമ്മുടെ കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ഒതുങ്ങിപ്പോയത്. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ഈ മോഹൻലാലിനെ പോലെയുള്ളതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ വേറൊരു റേഞ്ചിൽ പോകേണ്ട ഒരു ആക്ടറാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലായതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിക്ക് ഒരു പാൻ ഇന്ത്യയിൽ മൊത്തത്തിലൊരു റീച്ച് ഇല്ലാത്തൊരു ഇതിലായി പോയത്. ഇപ്പോൾ തെലുങ്കിലാണെങ്കിൽ പോലും ഭയങ്കര ഒരു സംഭവം മാറേണ്ട ഒരു ആക്ടറാണ്. എങ്കിലും മലയാളത്തിൽ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലെ മികച്ച നടനും മലയാളത്തിലെ ഏറ്റവും നല്ല ബോക്സ് ഓഫീസ് പവറുള്ളൊരു ആക്ടറുമാണ് മോഹൻലാൽ. അപ്പം എന്തായാലും അദ്ദേഹത്തിനാണെങ്കിൽ ഈ ഒരു അവാർഡ് കിട്ടിയത് തന്നെ നമുക്ക് ഭയങ്കര സംഭവം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ ഒരു അവാർഡ് ലാലേട്ടന് കിട്ടുമായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ഇൻഡസ്ട്രി ഹിറ്റ് നമ്മുടെ കല്യാണ പ്രദർശനാണെങ്കിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് തൂക്കിയപ്പം എല്ലാവരും ഒന്ന് ഒതുക്കിയായിരുന്നു പുള്ളിക്കാരനെ. പക്ഷെ അതിനുശേഷം അതിനെക്കാട്ടും വലിയൊരു സാധനം പുള്ളി ഇപ്പം കൊണ്ടുവന്നത്. അപ്പോൾ അതിലൂടെ ലാലേട്ടൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഇവിടെ തീരുന്നില്ല, എനിക്കിനി ഒത്തിരി ദൂരെ സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാരത്തിലൂടെ പുള്ളിക്കാരനാണെങ്കിൽ നമ്മളെ മായാലോകത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള രീതിക്കത്തെ ഒരു സൂചനയാണ് ഈ ഒരു അവാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം കണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സംഭവമല്ല. എന്തായാലും മോഹൻലാൽ എന്ന ഒരു വിസ്മയത്തിനെ നമ്മളിനി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സ്ക്രീനുകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.